മേഡം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാലുപേരുണ്ട്, വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ എത്താൻ പറ്റാത്തടുത്ത് എന്നെ കൊണ്ട് എത്തിച്ചതാണ്. നമ്മൾ നാലുപേരും മാത്രം തന്നെ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. മേഡം ഈ ഇൻസ്റ്റാഗ്രാമിൽ ചാക്ക് കൊണ്ട് വീഡിയോ എടുത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളാണ്. ജോണി ആന്റണി സാറിന്റെ അടുത്ത പടത്തിലേക്ക് നിങ്ങൾക്കൊരു അവസരം തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും എനിക്കൊരു സിനിമ എടുക്കാനോ അങ്ങനെ സാധ്യത ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കുടുംബമായിട്ട് വിളിക്കും. 4 പേരെ വിളിക്കാം. പക്ഷേ സാറ് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു 10,000 രൂപ വേണം. 10,000 രൂപ ഇന്ന് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഒരു ചാൻസ് തരാം. പെട്ടെന്ന് എനിക്ക് കിട്ടില്ലെങ്കിൽ എൻ്റെ മക്കളെ എവരെങ്കിലും അതിനകത്ത് ആഡ് ചെയ്താൽ മതി. പിന്നെ എന്തിനും ഞങ്ങൾ വൈകുന്നേരം വരെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തു കേട്ടോ. ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നത് തന്നെ ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ. മലയാളത്തിലും തമിഴിലും കൂടെ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പൈസ അടച്ചത്. നിങ്ങളാണ് അതിന് പറ്റിയ ക്യാരക്ടർ. നിങ്ങളെ 4 പേര് സ്കൂളില് ഗസ്റ്റ് ആയിട്ടും വിളിച്ചിരിക്കുകയാണ് അല്ലേ? സ്കൂളിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീഡിയോ ആരോട്ടി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും സാറ് പറഞ്ഞ് ഞങ്ങളെ പിള്ളേരെ വിളിക്കാം, നിങ്ങളെ ഒരു ദിവസം ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ സ്കൂളിൽ അവൻ്റെ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടാണ് അവന്. അവർ രണ്ടുപേരെയും വളരെ കാര്യമാണ്. അതെ, ഇന്നലെ വിളിച്ചിരുന്നു. ഇന്ന് സ്കൂൾ അവധിയാണെന്ന് പറയാനായിട്ട് വിളിച്ചിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം 2 ദിവസം കൊണ്ട് പോയിട്ടില്ല സ്കൂളിൽ. നമ്മുടെ ഈ റീൽസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അടുത്ത പുതിയ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രാക്ടീസിലും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് 2 ദിവസം പറ്റില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചിരുന്നു ടീച്ചർ. എന്നാലും സ്കൂളൊക്കെ പോയി വന്നിട്ട് പ്രാക്ടീസ് ചെയ്തത് പഠിപ്പൊക്കെ പഠിച്ചിട്ടും എന്താ പറയാ, സ്പോർട്സിലും ഒക്കെ വലിയ താരങ്ങളൊക്കെ ആണ്. സ്പോർട്സിൽ സെലക്ഷൻ കിട്ടിയത്. സ്പോർട്സിനൊക്കെ ഉണ്ട്, ഓട്ടത്തിനൊക്കെ ഈ ഇടയ്ക്ക് ജയിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർമാർ തന്നെയാണ് എൻ്റെ മകനെ കൊണ്ടുപോയത്. അതെ, കൊണ്ടുപോയത് ഓടാനായി കൊണ്ടുപോയത്. എന്നിട്ട് കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഓട്ടത്തിനും സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ മകനത് അറിയില്ല. മകൻ പറഞ്ഞ് ചുമ്മായാണെന്നാണ് അച്ഛൻ പറയുന്നത്. പഠിക്കാനും പറ്റിയില്ലല്ലേ? 10ാം ക്ലാസ് വരെ പോകാനേ പറ്റിയിട്ടുള്ളൂ. അതെ അതെ, അത് കഴിഞ്ഞത് സാമ്പത്തികമില്ല. എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അച്ഛൻ കാരണം എൻ്റെ അച്ഛനെ എനിക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റും. കാരണം 7 സഹോദരിമാരുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരൻ ഈ 7 സഹോദരിമാരെയും പുള്ളിക്കാരനാണ് നോക്കിയത്. കൂലിപ്പണി ലോറി പണിയെടുത്താണ് ഇവരെല്ലാവരും നോക്കിയത്. അതിൽ 2 പേര് മാത്രം ഇറങ്ങിപ്പോയി, ബാക്കി എല്ലാവരെയും കെട്ടിച്ചു വിട്ടു. അതാണ് ഞാനിന്ന് ഇങ്ങനെ ആവാൻ കാരണം. ഇല്ലെങ്കിൽ ഞാനിന്ന് ചെറിയ ഒരു ലെവലിൽ വരുമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ അമ്മയും വളരെ കഷ്ടപ്പാട് അന്ന് ആ സമയത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു. എങ്കിലും ഞങ്ങളെ പട്ടിണിക്കിടാതെ ഞങ്ങളെ രീതിയിൽ നോക്കി. കാരണം എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മീഡിയയിൽ എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം സാധിക്കട്ടെ. കാരണം അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ജോലിയുടെ കാര്യമുള്ളതുകൊണ്ട് അച്ഛൻ അങ്ങനെ പോയി. കുഴപ്പമില്ല. എന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അവന് കുഴപ്പമില്ല അച്ഛാ, കാണിക്കണം. അതെ അതെ, ഒരു ദിവസം എൻ്റെ അച്ഛനും അമ്മയും കാണിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത്രയും മേലും അവർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴേ അവരോട് പറയും, നിൻ്റെ മകനും ചെറുമക്കളൊക്കെ അല്ലേ വളരെ ആളാണല്ലോ. കാരണം അവരടുത്ത് പറയുമ്പോൾ അവരെന്നോട് പറയണ്ടേ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ സന്തോഷമാണ്. അതെ അതെ, നമ്മളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും. ഒരു 15 വർഷം കൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് എൻ്റെ ഡാൻസ് കൊണ്ട് എനിക്ക് ഉയരങ്ങളിൽ എത്തണമെന്നൊരു ആഗ്രഹം. ആ മൈൻഡിലാണ് ഞാൻ ഈ ഒരു സ്വന്തമായിട്ടൊരു തൊഴിലിലോട്ട് പോവാതെയും ഡാൻസായിരുന്നു എൻ്റെ മെയിൻ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് വെച്ചാൽ ഞാൻ എവിടെയൊക്കെ എത്തി എന്നുള്ളൊരു സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടണം. കാരണം ഇനിയൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്നാണ് ആഗ്രഹം. കാരണം അത് കുറച്ച് മുമ്പ് തുടങ്ങിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് തുടങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ വേണ്ടി വരും. കാരണം അതിനുള്ള ഒരു വരുമാനം നമുക്കിപ്പോൾ എടുക്കാനില്ല. കാരണം ഒരുപാട് പേര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ഡാൻസ് സ്കൂൾ എവിടെയാണ്, നിങ്ങളുടെ ഡാൻസ് ക്ലാസ് എവിടെയാണ്, ഇങ്ങനെ ചോദിച്ചിട്ട് വിളിക്കും. പിന്നെ എവിടെയും ചെല്ലുമ്പോൾ എൻ്റെ മക്കളെ ഒന്ന് പഠിപ്പിക്കുമോ ചോദിച്ചിട്ടാണ് പറഞ്ഞു. പക്ഷേ അവരോട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡാൻസ് സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ അറിയിക്കാം. പിന്നെ അത്യാവശ്യമുള്ളവരെയൊക്കെ ഞാൻ വീടുകളിൽ ചെന്ന്
ക്ലാസ് എടുക്കാറുണ്ട്. പെട്ടെന്ന് വേണം പിള്ളേരെ എങ്ങനെയൊക്കെ പെട്ടെന്ന് പഠിപ്പിക്കണം. ഫീസൊക്കെ വാങ്ങുമോ? ഇല്ല എന്നിരുന്നാലും ഞാൻ ചെല്ലും, അവരെ പഠിപ്പിക്കും, പോരും. അപ്പൊ ആരും ഫീസ് തരില്ലേ? അല്ല, അവർക്ക് തരണം എന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ ഞാനായിട്ട് അവരടുത്തൊന്നും ചോദിക്കാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ ലക്ഷ്യം ആ കൊച്ചാണ്. അവരുടെ ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന വെച്ചാൽ അവരുടെ മക്കളെ ഡാൻസ് പഠിപ്പിച്ച് അവർ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അവർ. അപ്പോൾ എൻ്റെ മൈൻഡ് ഞാൻ അവിടെ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കൊച്ചിനെ പഠിപ്പിക്കും, അവിടെ കളിപ്പിക്കും. പക്ഷെ അവർ സന്തോഷം എനിക്കല്ല, ആ മാതാപിതാക്കളാണ്. നമുക്കറിയാം സ്കൂളിലെ കലാപരിപാടിക്കായിക്കോട്ടെ ഒരുപാട് പൈസ പൊട്ടിച്ച് ഡാൻസ് പഠിപ്പിക്കുന്നവരാണ് ഇന്നത്തെ ആൾക്കാർ. അപ്പം നിബിച്ചേട്ടൻ ഇങ്ങനെ പൈസ ഇല്ലാതെ പഠിപ്പിച്ച് കൊടുത്താൽ ആരും നിബിച്ചേട്ടന് പൈസ തരില്ല. അപ്പൊ ശരിക്കും നമ്മള് ഫീസൊക്കെ വാങ്ങേണ്ട ഒരു സമയമായില്ലേ ചേച്ചി? അല്ല, വൈഫ് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡാൻസ് ക്ലാസ് പോകുന്ന സമയത്ത് അവരുടെ ഫീസൊക്കെ വാങ്ങിക്കണം. എനിക്കൊരു മടിയാണ് മാഡം, കാരണം എനിക്ക് അങ്ങനെ ചോദിച്ച് വാങ്ങിക്കണം, എനിക്ക് അങ്ങനെ അല്ല അത് തരേണ്ടതാണ് അല്ലേ ചേച്ചി? എന്താ തോന്നുന്നു? കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ പോയി വന്നിട്ടാണ് അവരെയൊക്കെ അവർ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയിട്ട് സഹായിക്കുന്നുണ്ട്. ദൈവം നമുക്ക് എന്നൊരു കലയാണ്. അപ്പൊ ചേച്ചി അങ്ങനെ ഉപദേശമൊക്കെ പറയാറുണ്ട്. പിന്നെ അവരുടെ പാഷൻ അതായത് കൊണ്ട് അവരതിനോട്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, നിങ്ങൾ ഇതുവരെ ആയിട്ടൊരു യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. ഇത്രയും വൈറലായിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ടൊരു നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അങ്ങനെ യൂട്യൂബ് ചാനൽ എന്താ തുടങ്ങാത്ത? അത് മേഡം, ഞാൻ ഇതിലൂടെ എനിക്ക് ഒരു വളരെ ആഗ്രഹമുണ്ട്. കാരണം ഒത്തിരി പേര് അച്ഛനും മക്കളും പിന്നെ അമ്മയും കാരണം അവർ നമ്മളെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ അവർക്ക് നമ്മളെ വളരെ നമ്മുടെ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവർ ഇന്നും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് വഴി ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ ഇന്ന് ഞാൻ ഈ മീഡിയയിലൂടെ പറയുന്നു, ഒരിക്കലും ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇതുവരയ്ക്കും ഞങ്ങൾക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ അക്കൗണ്ടിൽ അത് ഒന്നും ചെയ്തിട്ടുമില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ടിട്ടില്ല. പക്ഷേ ഇന്നലെയും കൂടെ ഒരാൾ ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട്സ് രാത്രി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ലക്ഷങ്ങളായല്ലോ ഇപ്പം തന്നെ, നിങ്ങളുടെ വീഡിയോ അതിന് വേറെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ശരിയടേ എന്ന് പറഞ്ഞിട്ട്, എന്നാ അവനറിയില്ല, അവൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാനും തിരുത്തിയിട്ടില്ല, കാരണം ഞാൻ തിരുത്താൻ പോകുന്നില്ല, വേണ്ട. കാരണം നമ്മുടെ വീഡിയോ മറ്റുള്ളവരൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ എടുത്തിട്ട് അങ്ങനെയാണ് അച്ഛനും മക്കളെന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഞങ്ങളുടെ വീഡിയോ അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അവർക്ക് അവർ ഇന്നും വിചാരിക്കുന്ന അങ്ങനെയാണ്. കാരണം അച്ഛനും മക്കളും അടിക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് ചാനൽ വരെയാണ്. ഞങ്ങളെ ഡാൻസ് അതിനകത്ത് കിടക്കുകയാണ്, അതിനകത്ത് കിടക്കുകയാണ്. പക്ഷെ അത് ഞങ്ങളല്ല ആ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, പക്ഷേ നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മേഡം, ഞങ്ങൾ ഇന്ന് ഞങ്ങളെ വീട് വന്ന് കണ്ടിട്ടില്ല. സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല. ഞങ്ങൾ കിടക്കുന്നത് എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ വീടാണ്. അത് എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ പേരിലാണ് ആ വീട് സ്ഥലത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഒന്നും ഇല്ല ഞങ്ങൾക്ക്. ആൾക്കാരുടെ വിചാരം നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആൾക്കാരുടെ. ഞാനെന്നും കൂലിപ്പണി ചെയ്താണ് ഞാൻ എൻ്റെ വീട് കഴിഞ്ഞ് പോകുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞാൽ ആ പണി കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ വീട്ടിലും മക്കളുടെ ഇവരെല്ലാവരുടെ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്. കാരണം എനിക്ക് തരാനോ അങ്ങനെ ആരുമില്ല. ഞാൻ ജോലി ചെയ്ത് തന്നെയാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത് ഇങ്ങനത്തെ ഒരു പണി ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഉയരം കൊണ്ടിട്ട് എത്താൻ പറ്റാത്തത്. കാരണം മറ്റുള്ളവരുമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഞാൻ രാവിലെ ഈ റീൽസ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വീണ്ടും തിരിച്ചു വരുന്നു. ശരിക്കും പണിയുടെ ഇടയിൽ കല ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തു. കാരണം എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈസ പോലും കിട്ടുന്നില്ല ഇതിൽ. ആരും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നതിന് പകരം പൈസ എടുത്ത് കയ്യിൽ തരാനാരും തരുന്നില്ല. ഞാനായിട്ടൊന്നും ചോദിക്കില്ല മേഡം, ആരടുത്തൊന്നും ചോദിക്കില്ല. ഞാൻ പോകുന്ന ലക്ഷ്യം വേറെയാണ്. എനിക്ക് ഈ കൊച്ചിനെ എന്നെ വിളിക്കുന്നവരുടെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കൊച്ചിനെ ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, പഠിപ്പിച്ച്. പിന്നെ ഇപ്പോൾ വൈഫിൻ്റെ കുറച്ച് നിർബന്ധം കൊണ്ടാണ് ഇവിടുത്തെ പോകാൻ പറ്റാത്തത്. കാരണം ഒരുപാട് വിളിക്കാറുണ്ട്. വൈഫ് പറയും, കാരണം വൈഫിനറിയാം അങ്ങോട്ട് പോയാൽ വീട്ടിലെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ അത്രയും ഞാൻ ജോലിക്ക് പോകും. ആ കൊച്ചിനെ അങ്ങ് ഒഴിവാക്കും. എന്നുവെച്ചാൽ നിങ്ങൾ പ്രേക്ഷകരിത് മനസ്സിലാക്കേണ്ടതാണ്. ഇവരുടെ പേരിൽ അച്ഛനും മക്കളും പിന്നെ അമ്മയെന്ന് പറഞ്ഞിട്ടില്ല, ഇവരുടെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് അവരാണ് പൈസ ഉണ്ടാക്കുന്നത്, ഒരിക്കലും ഞങ്ങളല്ല. അപ്പോൾ എന്താ പറയാ, അങ്ങനെയുള്ള കണ്ടപ്പോൾ നിങ്ങൾ അതാരാണ് അവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു? ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് പേര് നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളെന്താ അത് ബ്ലോക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാത്തെന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്. കാരണം ഞാൻ നമ്മുടെ കഴിവിന് ലോകം കാണട്ടെ, അവരിലൂടെയെങ്കിലും കാണട്ടെ.
നമ്മൾക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ യൂട്യൂബിൽ ഇടാൻ പറ്റുന്നില്ല. പക്ഷെ അവരിലൂടെങ്കിലും കാണട്ടെ, അത് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ അവരോട് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒന്നും ചെയ്യാത്തത്. അപ്പൊ ഇപ്പോഴും അതിനെ കുറിച്ച് അറിയില്ല, അതെ എങ്ങനെയാണ് ഇത് മോഡൽ ചെയ്യാനുള്ളതെന്നും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ഒത്തിരി പേരെ ഞാൻ കോൺടാക്ട് ചെയ്തു, ഇതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ആക്ടിവേഷൻ ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് വന്നിട്ട് ഇങ്ങനെ ചെയ്തു തന്നു. പക്ഷേ ഒന്നും ക്ലിയർ ആയില്ല. അതുകൊണ്ട് റീൽസ് കാണുമ്പോഴത്തേക്ക് ഞാൻ അവരെ ബന്ധപ്പെടാറുണ്ട്. വൈഫ് പറയുന്നത് ദേഷ്യപ്പെടും, വേണ്ടേട്ടാ എന്ന് പറഞ്ഞ് വൈഫ് ദേഷ്യപ്പെടും. പക്ഷേ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ അവരെ കോൺടാക്ട് ചെയ്യും. പക്ഷേ ഒന്നിൽ അവർ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം എന്നോട് സംസാരിക്കും. ഞാനാണെന്നറിയുമ്പോൾ അച്ഛനും മക്കളുമാണ് ഞാൻ ആദ്യം പറയും, അച്ഛനും മക്കളുമാണ്. ആ അച്ഛനും മക്കളും എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് അറിയാമല്ലോ ഞങ്ങൾ റീൽസ് കാണണം. അപ്പോൾ കുറച്ച് നേരം എന്നോട് സംസാരിച്ചിട്ട് പിന്നെ ശരിക്കും എന്താ പറയുക, ചോദിക്കാനും പറയാനും ആരുമില്ല. പാവങ്ങളായതുകൊണ്ട് ശരിക്കും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതെ മാഡം, ഞങ്ങളൊരു പാവങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും കാരണം നമ്മളെ ഉയർന്നു പോകാനൊരു ആരും നമ്മളെ എത്തിക്കുന്നില്ല. കാരണം എല്ലാവരും കാരണം നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഈ കാണുന്നവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെന്തോ ഒരു വലിയ ഒരു ഹൈ ലെവലിൽ നല്ല അവർ നമ്മളെ വീഡിയോകളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മളെ വീഡിയോ ആ ലെവലിലാണ് പോകുന്നത്. ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാം ഇവർ നല്ല ടോപ്പാണെന്ന്. പക്ഷെ ഞങ്ങൾ ടോപ്പല്ല, ഞങ്ങളിങ്ങനെ താഴെ കിടക്കുകയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ മേഡം ഇവിടെ വന്നപ്പോഴാണ് മേഡത്തിന് ഇപ്പോൾ യാഥാർത്ഥ്യപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ എന്താണ്. സംഭവം നമുക്കറിയില്ല. നമ്മൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് വെൽ സെറ്റപ്പിൽ നിൽക്കുന്നവരാണെന്നാണ്. മേഡം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 4 പേരുണ്ട്, വളരെ ഹാപ്പിയാണ് കേട്ടോ മക്കള്. കാരണം എന്റെ വിജയമാണ് ഇവര് 4 പേര്. അത് ഇവരാണ് ശക്തി. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ഞാൻ എത്താൻ പറ്റാത്തടുത്ത് എന്നെ കൊണ്ട് എത്തിച്ചതാണ്. വിഷമിക്കണ്ട. ഇതെല്ലാം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസയൊക്കെ കിട്ടുമ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മാഡം. പക്ഷെ എന്തായാലും നമുക്ക് ഉയരാൻ പറ്റുന്നില്ല. എനിക്ക് സാമ്പത്തികം, എനിക്ക് പൈസ എനിക്കൊരു വിഷയമല്ല. കാരണം എനിക്കും എൻ്റെ മക്കൾ ഞങ്ങൾക്ക് ഉയരാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് എല്ലാത്തിലും കഴിവ്. കാരണം നമുക്ക് കുറച്ച് കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളാരും ഒന്ന് കൈത്താങ്ങി കൊണ്ട് പോവാൻ ശരിക്കും നമ്മൾ 4 പേര് മാത്രം തന്നെ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. വിഷമിക്കണ്ട. ഈ സുഹൃത്തുക്കൾ പോലും പൈസക്കാണ് ഷൂട്ട് ചെയ്ത് പോലും തരുന്നത്. ഞാൻ ചില വീഡിയോസ് ഷൂട്ട് ചെയ്യണതൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെയാണ് മുമ്പ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം ജോലിക്ക് പോകും, പൈസ ഒക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. കൂലിപ്പണിയെടുത്ത പൈസ അതിനു വേണ്ടി കൊടുക്കുകയാണ്. അതെ അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും സാമ്പത്തികമല്ല നിബുച്ചേട്ടന് വേണ്ടത്, ഒരു സാമ്പത്തികമല്ല വേണ്ടത്. ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ അച്ഛനും മക്കളും പിന്നെ അമ്മയും എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഇവര് ചെയ്ത എല്ലാ ഡാൻസിനും വെറൈറ്റി സ്റ്റെപ്സ് ആണ്, ആരും ചെയ്യാത്ത പോലത്തെ ഒരു ഡാൻസ് ആണ്. അപ്പൊ അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയാൽ മതി. അവരെ ഒന്ന് നിങ്ങളെ ഒന്ന് കൈപിടിച്ച് ഒരു പ്ലാറ്റ്ഫോം തരുക. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീടോ സ്ഥലമോ പൈസയോ അങ്ങനെ നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒന്ന് കൈ പിടിച്ച് ഉയർത്താൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒതുങ്ങാതെ അപ്പുറത്തേക്ക് എത്തിക്കുക. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹമുള്ളൂ. കാരണം എനിക്കിപ്പോ ഈ വേടനെ ഒന്ന് കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ആ പാട്ട് എൻ്റെ മനസ്സിനകത്തേക്ക് അത് പറ്റി. അതാണ് ഞാൻ ഈ പാട്ട് വന്നതിന് ശേഷം ഈ പാട്ട് അപ്പോൾ എൻ്റെ വൈഫ് പറയും വേണ്ട ചേട്ടാ പാട്ട് ഇത് വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വേറെ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ പാട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി അങ്ങ് ഇടിച്ചങ്ങ് നിന്ന് ആ പാട്ട് അപ്പോൾ തന്നെ ഞാൻ രാത്രി അവരെ വിളിച്ച് വാ ഈ പാട്ട് നമുക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ അപ്പോൾ എൻ്റെ കാര്യം നമുക്ക് ഈ ഫോണിൽ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ ഈ ഫോണിൽ എടുത്തിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ആര് കാണും? 5-6 പേര് കാണും, കൂടി പിന്നെ 10 പേര് കാണും. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ജോലിക്കായിട്ട് പോയ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ കയറി. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് വഴിയാണ് ഈ ജിത്തു എന്ന് പറയുന്ന പയ്യനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചേട്ടാ എനിക്ക് വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റും. അപ്പോൾ അവനോട് നിനക്ക് പറ്റിയ ഒരാളെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ആ പയ്യനാണ് എനിക്ക് ഈ ജിത്തു എന്ന പയ്യൻ്റെ നമ്പർ തന്നത്. ഞാൻ വിളിച്ച ഉടനെ തന്നെ ഞങ്ങളെ പേര് കേട്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാം. പക്ഷെ ഈ പാട്ടാണെന്ന് അവൻ എന്നോട് ചോദിച്ചു ഏത് പാട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാട്ട് അവനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിടാ നിനക്ക് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ എടുത്തതാ, നിൻ്റെ സാമ്പത്തികം ഞാൻ നിനക്ക് തരാം ഇന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവന് ചേട്ടാ ഞാൻ ഇന്ന് 3 മണിക്ക് എത്തിയിരിക്കും. പക്ഷെ കറക്റ്റ് ആ സമയത്ത് വന്നു. അവിടെ വന്നപ്പോഴാണ് ഈ പയ്യൻ അറിയുന്നത്
ഈ സോങ് ആണെന്ന്. അപ്പോൾ തന്നെ അവയെ ഞങ്ങളോട് പറഞ്ഞു, ചേട്ടാ ഈ പാട്ട് നിങ്ങൾ എത്തും, ഞാൻ ഈ പാട്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവൻ തന്നെ അത് ഷൂട്ട് ചെയ്ത് തന്നു. കാരണം ഡാൻസ് ഇല്ല, പൈസയും വാങ്ങിയില്ല. അവൻ ആഗ്രഹിച്ച ഒറ്റ കാര്യമുള്ളൂ, എന്നെ ഒന്ന് ഹഗ് ചെയ്യുക, എന്നെ കെട്ടിപ്പിടിക്കുക. ചേട്ടൻ അത്രയും മാത്രമേ അവൻ എന്നോട് ചോദിച്ചുള്ളൂ. അവന് എത്രയായി. കോസ്റ്റ്യൂമൊക്കെ ഞാൻ തന്നെയാണ് കോസ്റ്റ്യൂം. കാരണം ഞങ്ങളുടെ ഈ പാട്ടിന് അനുസരിച്ചുള്ള കോസ്റ്റ്യൂം. കാരണം എൻ്റെ ഒരു ആഗ്രഹം, ഞാനും ബ്ലാക്കാണ്. അപ്പോൾ വേടൻ്റെ ആ ഒരു ഇത് എന്നെ വേണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ ആ ലെവലിൽ വന്നിട്ട് ഇവരുടെ ഒരു കടപ്പുറത്തെ ഒരു ഫീല് കൊണ്ടുവന്നു. കാരണം വലയും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തത് അതെല്ലാം ഞാൻ തന്നെയാണ്, എൻ്റെ ഐഡിയ ആണ്. ഡാൻസിൽ വേറെ സെപ്പറേറ്റ് പുറത്തുനിന്ന് ആരുമില്ല. ഈ പാട്ട് ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനെയല്ല ഞാൻ ഈ പാട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പാട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലാണ്. കാരണം ഞാൻ ഈ പാട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ഇരുന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കടലിൽ നിന്ന് ഞാൻ വരുന്നതായിട്ട്, അതായത് മീൻ പിടിച്ചിട്ട് വരുന്ന വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ആ മീൻ ചുമന്ന് കരയിൽ കൊണ്ട് വെച്ചു, അവിടെ നിന്ന് സാമ്പത്തികം വാങ്ങിക്കുന്നു, ഒരു വലിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു, ഇടുന്നു, വന്ന് ഡാൻസ് ചെയ്യുന്നു. ഇതാണ് ആ സ്ക്രിപ്റ്റ്. അങ്ങനെയാണ് വന്നത്. പക്ഷേ ഈ പയ്യൻ വന്നതിന് ശേഷം പിന്നെ ഇവനെ എനിക്ക് ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവനെ 3 മണിക്ക് വിടയും വേണം. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് ഷൂട്ട് ചെയ്യാം. ഞാൻ പറയും പോലെ ഇങ്ങനെ വന്ന് ഈ വെള്ളത്തിൻ്റെ ഉയരം നിന്ന് ഞാൻ ഇതുപോലെ ചെയ്തു തരാം. കാരണം വെള്ളത്തിൽ വേണ്ട, കാരണം വെള്ളത്തിൽ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ദേഹമൊക്കെ നനഞ്ഞാൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ വെള്ളത്തിൽ നിന്നില്ല. നല്ലതായിരുന്നു. ഈ ഡാൻസ് ഒക്കെ ഇപ്പൊ കോമഡി ഉത്സവത്തിലൊക്കെ പോയിട്ടുണ്ടല്ലേ, കോമഡി മാസ്റ്റേഴ്സിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോ അവിടുന്നൊക്കെ അവിടുത്തെ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ആയാലും ഡ്രസ്സ് നമ്മൾ അറിയാലോ, എല്ലാരും വലിയ ഹൈഫൈ ഡ്രസ്സൊക്കെ ഇടുമ്പോ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിട്ട് ഡാൻസ് കളിച്ചത് ചേച്ചി ആയാലും. അപ്പൊ ഈ ഡ്രസ്സ് പോലും ആ ഒരു പാട്ടിനനുസരിച്ചിട്ടുള്ള കളിക്കാനുള്ള ഒരു ഇതില്ല. ഇല്ല ഒരിക്കലും ഇല്ല. കാരണം നമ്മളെ ഇവർ വിളിക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള ഡ്രസ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. കാരണം നമുക്ക് ഒരു ഇത് വാങ്ങിക്കൊണ്ട് ഇവർ വിളിക്കുന്ന സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഇല്ല. കാരണം നമ്മൾ അവിടെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെയും ഇവരുടെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു മീഡിയയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തണം അവിടെ. എങ്ങനെ നമ്മുടെ പെർഫോമൻസ് അല്ല, എനിക്കവരെ അവിടെ എത്തിക്കണം. ഇവരെ അവിടെ എത്തിച്ച് അത് എങ്ങനെയെങ്കിലും അത് ചെയ്താൽ മതി എന്നുള്ള ഇതിലാണ് ഞാൻ ഓടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ വീടിനകത്ത് എൻ്റെ വീട്ടിലുള്ള പേശ, തോർത്ത്, ബനിയൻ ഇതൊക്കെ ഉള്ളത് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത്. പിന്നെ ഒന്നത്തെ ദിവസം ഞാനൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് ഒരു ദിവസം മുഴുക്കെ ഞാൻ ആ പാട്ട് കേൾക്കും. കേട്ടിട്ട് ആ പാട്ടിൽ എങ്ങനെ കൊണ്ടുവരാം, ഏത് വേഷം കൊണ്ടുവരാം, അത് എങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി വെച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്നെ പഠിപ്പിച്ചൊരു മാഷ് അങ്ങനത്തെ ഒരു മാഷാണ്. ഞാനൊരു മാഷിൻ്റെ കൂടെ കുറച്ചു കാലം പഠിച്ചിട്ട് ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ പുള്ളിക്കാരൻ നിന്നൊരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം എനിക്കിപ്പോൾ എൻ്റെ ഈ വൈഫിന് ഇത്തിരി വണ്ണം കൂടുതലാണ്. കാരണം പുള്ളിക്കാരിയും കൂടെ ഇതിനകത്ത് കളിപ്പിക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് കൂടെ പറ്റിയ സ്റ്റെപ്പേ കൊടുക്കാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്റ്റൈലിൽ പുള്ളിക്കാരിയെ കൊണ്ടുവരാൻ പറ്റില്ല. ഒന്ന്, മക്കളെ കൊണ്ടുവരാം, പുള്ളിക്കാരിയെ കൊണ്ടുവരാൻ പറ്റില്ല. അവൾക്കും കൂടെ കളിക്കാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് മാത്രമാണ് എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാനിരുന്ന് ആലോചിച്ച് എല്ലാം ചെയ്ത് ആ പാട്ടിനെ കുറിച്ച് എല്ലാം ആലോചിച്ചിട്ട് വൈഫുമായിട്ട് ആലോചിക്കും, ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈഫ് പറയും അവിടെ ഇത് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് പാട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം വെയിറ്റ് നല്ല എല്ലാവരും ചോദിക്കുന്ന അതാണ്, നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണ് ഇങ്ങനെ ഓടി കയറുന്നത്? കാരണം ഞങ്ങൾ ഈ വീഡിയോ ഓടി കയറാൻ കാരണം വെച്ചാൽ ഞങ്ങളെ പ്രയത്നമാണ്. കാരണം ഞാൻ കഷ്ടപ്പെടുന്നു. കാരണം ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇരിക്കും. ആ പാട്ട് കേട്ട് അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അതിങ്ങനെ ആ പാട്ടിന് പേശയാണെങ്കിൽ പേശ കൊടുക്കാം, തോർത്താണെങ്കിൽ തോർത്ത് കൊടുക്കാം. ഞങ്ങൾ തോർത്ത് വരെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അറിയാം, തോർത്ത് ചാക്ക്. മേഡം ഈ ഇൻസ്റ്റാഗ്രാമിൽ ചാക്ക് കൊണ്ട് വീഡിയോ എടുത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളാണ്. മണിച്ചേട്ടൻ്റെ പാട്ട് ആ ചാക്ക് കണ്ട് ആ വീഡിയോ ഇറക്കിയതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് അനേകം പേര് ചാക്കുമായിട്ട് ഇറങ്ങിയത്. ആ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ചാക്ക് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാക്ക് കൊണ്ട് വീഡിയോ ഇറക്കിയത്. മണിച്ചേട്ടൻ്റെ പാട്ട് ഞങ്ങൾ ട്രെൻഡിങ് ആയ പാട്ട് അതാണ്. ബാംബു ബോയ്സിലെ പാട്ട്. ബാംബു ബോയ്സിലെ. അതെ, ഞാൻ തന്നെയാണ് കടയിൽ ചെന്ന് റേഷൻ കടയിൽ പോയി ചാക്ക് വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഈ വിളയിലുള്ള ഒരു കമ്പുകളൊക്കെ ഒടിച്ചു വെച്ച് ഈ കോസ്റ്റ്യൂമും കൊണ്ട് ഞങ്ങൾ അമൃതയിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കളിച്ചു. അപ്പോൾ ജോണി ആൻ്റണി സാറായിരുന്നു അവിടെ. ജോണി ആൻ്റണി സാറുണ്ടായിരുന്നു, നമ്മുടെ നാദിർക്ക ഉണ്ടായിരുന്നു,
അങ്ങനെ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞേ? ജോണി സിനിമയില് ധർമ്മജൻ ചേട്ടൻ ധർമ്മജൻ മോൾ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല നമ്മളൊക്കെ, കാരണം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും നാദർഷ ചേട്ടൻ ഞങ്ങളെ ഒരുപാട് കാരണം അകത്ത് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ റീൽസ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞങ്ങളവിടെ കുറച്ച് നേരം വളരെ സന്തോഷിച്ചു. ഞങ്ങൾ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുതന്നെ ജോണി ആൻ്റണി സാറിൻ്റെ അടുത്ത പടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അവസരം തരാമെന്ന് പറഞ്ഞു. 4 പേരെയും വിളിക്കാം. പക്ഷേ സാറ് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാറിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ നമ്പർ ഞങ്ങളിലില്ല. ഞങ്ങളെ നമ്പർ സാറിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ സിനിമയിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാദൃശിക്കൊക്കെ ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്യുന്നതാണ്. അപ്പൊ സിനിമയിലേക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതെ, നാദൃശ വിളിക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ജോണി ആന്റണി സാർ ഞങ്ങളെ ഒരു അടുത്ത പടത്തിൽ നമ്പർ മാറ്റി. നാദൃശ സാറിന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനേജർ അടുത്ത് പറഞ്ഞ് ഇവരുടെ നമ്പർ മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജോണി ആന്റണി സാറും നാദൃശിക്കൊക്കെ കാണുവാണെങ്കിൽ ഇവർക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. വേറെ ആരെങ്കിലും സിനിമയിലേക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് റീല് വൈറലായിട്ട് എന്തെങ്കിലുമൊക്കെ വൈറലായിട്ട് അവരെ സിനിമയിലേക്കൊക്കെ വിളിക്കും? അങ്ങനെ ഞങ്ങളെ ഈ ഇടയ്ക്ക് വിളിച്ച ഒരാൾ നിങ്ങളെ ഇങ്ങനെ അല്ലേ സാമ്പത്തികം ചോദിച്ചായിരുന്നു. അത് കുറച്ച് ദിവസമായി, ഒരു വർഷമായി, 1 വർഷത്തിനിടയ്ക്കായിരുന്നു ഒരു സിനിമയിൽ നമുക്ക് അവസരം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വിളിച്ചിട്ട് 15,000 രൂപ അങ്ങോട്ട് അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് 10,000 രൂപ. നമ്മളവിടെ പോയി. ഞങ്ങൾ പോയതിനു ശേഷം നമ്മൾ 4 പേരും ഞങ്ങളവിടെ എത്തി. അപ്പോൾ അയാളെ കണ്ടു. പുള്ളിക്കാരൻ കുറേ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ കഥാപാത്രം, നിങ്ങളുടെ ഡാൻസ് ഞങ്ങൾ കാണാറുണ്ട്, വൈറലായിട്ടുണ്ട്. നമുക്കിന്നൊരു 10,000 രൂപ നിങ്ങളിപ്പോൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പടത്തിലേക്ക് 10,000 രൂപ അങ്ങോട്ട് അടുത്ത പടത്തിലേക്ക് ഇറക്കും. ഞാനാണെങ്കിൽ മേഡം ഞാൻ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ ജോലിക്ക് നിൽക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ ആ ജോലി അവിടെ ഇട്ടിട്ട് ഞാൻ സിനിമയില് അന്തം വിട്ട് ഞാൻ ഓടി. ഈ പൈസയുടെ കാര്യം അപ്പോഴും പറയുന്നില്ല. ഞാൻ നേരെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞാനില്ല, എനിക്കൊരു സ്ഥലം വരെ പോയേ പറ്റൂ. അപ്പോൾ അവൻ നീ എവിടെ പോകണം? നീ ഇല്ല. ഞാൻ സ്ഥലം വരെ പോകണം. പെട്ടെന്ന് എനിക്ക് കിട്ടില്ലെങ്കിൽ എൻ്റെ മക്കളെ എവരെങ്കിലും അതിനകത്തൊന്ന് ആഡ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിൽ വന്ന് വൈഫിനെയും പിള്ളേരെയൊക്കെ ഞാൻ സ്കൂളിൽ ചെന്ന് കൊണ്ടുവന്നു. മേഡം സ്കൂളിൽ പോയി പിള്ളേരെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വന്ന് വൈഫിനെയൊക്കെ വിളിച്ച് ഒരുക്കി കെട്ടി ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോഴാണ് പുള്ളിക്കാരൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു അതൊരു 10,000 രൂപ വേണം. 10,000 രൂപ ഇന്ന് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഒരു ചാൻസ് തരാം. 10,000 രൂപ പോയിട്ട് 1 രൂപ പോലും എടുക്കാതില്ല. അതാണ് ഞങ്ങൾ അവിടെ ചെന്നെന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ആ പുള്ളിക്കാരനോട് ഒരു ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. ചോദിച്ചു ഞങ്ങളൊന്ന് ശരിയായിട്ട് അപ്പോൾ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ 4 പേര് വളരെ വിഷമത്തോടെ പിന്നെ നമ്മൾ കുറേ ദൂരം ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിന് മുമ്പേ ചിലപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യുമായിരുന്നു. കാരണം സിനിമയല്ലേ, കിട്ടുന്ന അവസരമല്ലേ, എങ്ങനെയെങ്കിലും പോകുന്നത് ഞാനത് ചെയ്യും. കാരണം കടം മറിച്ച് എങ്ങനെയും കൊടുക്കായിരുന്നു. പക്ഷെ അന്ന് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ജോലിക്കുന്ന സ്ഥലത്ത് നിന്നാണ് അവിടെ എത്തിയത്. ജോലി അവിടെ ഇട്ടിട്ട് പിന്നെ സിനിമ എന്ന് പറഞ്ഞപ്പോ അവിടെ എത്തി. ഒന്നും അഭിനയിപ്പിക്കാനുള്ളൊരു അങ്ങനെ ഒന്നും ചെയ്തില്ല. പൈസയാണ് ചോദിച്ചത്. ഇത്ര ആദ്യം 25,000 ചോദിച്ചത്. പിന്നെ സംഘടനയില് അത് അടച്ചാലേ നമുക്ക് സിനിമയിൽ എടുക്കാൻ പറ്റുള്ളൂ. മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ അത് ഞാൻ ഇച്ചാനോട് പറഞ്ഞ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോയിൽ ഏതൊരു സിനിമയിൽ തന്നെ പറഞ്ഞുണ്ട് പുതുമുഖം ഇങ്ങനെ അഭിനയിക്കണേന് ഒരു ഇതിന്റെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുന്നുള്ളൂ. അത് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ചിലപ്പം അങ്ങനെ ആരെങ്കിലും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പാവങ്ങളാണെന്ന് നോക്കാതെ പൈസ സിനിമയുടെ പേരിൽ എല്ലാവരും ആഗ്രഹിച്ചു പോകും. അതെ സിനിമ എന്ന് പറയുമ്പോൾ ആരായിരുന്നാലും ഞാൻ തന്നെ അന്തം വിട്ടു. സിനിമയല്ലേ, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ദേഹം പൊഴിക്കുക സിമെന്റുമായിട്ട് നിൽക്കണം. ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ പിള്ളേർ സ്കൂളിൽ ചെന്ന് ഉച്ചയ്ക്ക് ചെന്ന് പിള്ളേരെ വിളിച്ചിട്ട് വന്നാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്തിനും ഞങ്ങൾ വൈകുന്നേരം വരെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളിൽ അങ്ങനെ വരുമാനമൊന്നുമില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നത് തന്നെ ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ ഞാൻ, കാരണം എൻ്റെ കോൺട്രാക്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഇല്ലായിരുന്നു. ആ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വരുമാനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരും. സിനിമയല്ലേ. പക്ഷേ എന്തോ പിന്നെ പുള്ളിക്കാരി നമ്മളെ മാറ്റി അതൊരു പറ്റിപ്പാണെന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം പുള്ളിക്കാരൻ്റെ 5,000 ആയി, പിന്നെ 2,000 ആയി. ഞാൻ പറഞ്ഞു ചേട്ടാ 5,000 ഉണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ചക്കകത്ത് വെച്ച് ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യാം. അല്ല അന്ന് തന്നെ വേണം. അന്ന് തന്നെ ആ എമൗണ്ട് കിട്ടിയേ പറ്റുള്ളൂ.
ഇനിയിപ്പോ അതിന് അത് മലയാളത്തിലും തമിഴിലും കൂടെ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പൈസ അടച്ച് നിങ്ങളാണ് അതിന് പറ്റിയ ക്യാരക്ടർ എന്നാണ് നിങ്ങളെ 4 പേരും ആണ് അതിനെ പറ്റി. ശരിക്കും നമ്മുടെ ഒരു ആഗ്രഹം മുതലെടുത്തിട്ട് അതെ അതെ പൈസ പൈസ അതെ വാങ്ങിക്കാനായിട്ട് അതെ 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 പിന്നെ നമുക്കല്ല നമുക്ക് ഒരു 2-3 ഞങ്ങളിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളിൽ ഇല്ലായിരുന്നു കേട്ടോ മേഡം. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് അപ്പോഴന്നെ കൊടുക്കുമായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇരിക്കുന്നത് ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഒരു കരമനയാണ് പുള്ളിക്കാരൻ, ഒരു ലോഡ്ജിൽ ആണ് പുള്ളിക്കാരൻ. കരമന PRS ആശുപത്രിയുടെ തൊട്ട് അടുത്തായിട്ടാണ് ബിൽഡിംഗ് ആയിരുന്നു. അവിടെയാണ് നമ്മുടെ ചെല്ലാൻ പറയുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് പുള്ളി പിന്നെ മനസ്സിലായി, കുറേ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി. ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തത്, ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കൊടുത്ത് പോകുമായിരുന്നു. വീണ് പോകും. കാരണം ആരായിരുന്നാലും വീണ് പോകും. സിനിമ തന്നെയാണോ വലിയ സ്വപ്നം? സ്വപ്നം എനിക്ക് ഏറ്റവും സ്വപ്നം വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിലൊരു ചെറിയൊരു വേഷം ചെയ്യണം. കാരണം ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ സിനിമയിലെങ്കിലും വന്ന് കാണാനായിട്ട് ഒരുപാട് പേര്. നമ്മുടെ ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഞങ്ങളടുത്ത്, ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ. കാരണം ഇന്നും എൻ്റെ സ്ഥലം വേറെയാണ്. ഈ സ്ഥലം എൻ്റെ വൈഫിൻ്റെ സ്ഥലമാണ് കല്ലടിച്ചാമൂല. ഞാൻ താമസിക്കുന്ന സ്ഥലം വണ്ടിത്തറത്താണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വണ്ടിത്തറമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു ചേരിയായിട്ടാണ് അവർ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കല്ലടിച്ചാമൂല വന്ന് അതിന് ശേഷമാണ് വീഡിയോസ് റീച്ച് ആവാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ആര് വന്നാലും കല്ലടിച്ചാമൂലയെക്കുറിച്ച് പറയും. ഈ കല്ലടിച്ചാമൂല ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പറയും. ഈ സ്ഥലം അങ്ങനെ. അപ്പം ഞാനൊരു എൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന്മാർ പറയടാ, നീ എന്തൊരു വന്നാലും നീ കല്ലടിച്ചാമൂലയല്ലേ പറയുന്നത്, നീ ജനിച്ചു കൊള്ളുന്ന സ്ഥലം പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവർ കളിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പിന്നെ അടുത്തൊരു ചാനലിൽ ചാനലിലല്ല ഒരു ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ ഒരു ചാനലിലല്ല നമുക്കൊരു ഇത് വന്നു. ഏത് നമ്മുടെ ആരാധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരും, ആദരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേര് വണ്ടിത്തറ. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഞങ്ങളെ വിളിച്ച് അവിടെ വെച്ചൊരു